റോസ് കൈമ ബിരിയാണി റൈസിന്റെ കൺസ്യൂമർ പാക്കറ്റുകൾ വിപണിയിലിറക്കി. വർദ്ധമാൻ ആഗ്രോ പ്രൊഡക്ട്സ് കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബീഉൽ ഹക്ക് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള വർദ്ധമാൻ റോസ് റൈസ് ബാഗിന്റെയും ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള റോസ് കൈമ റൈസ് ബാഗിന്റെയും 1 കിലോയുടെയും 5 കിലോയുടെയും കൺസ്യൂമർ പാക്കറ്റുകളാണ് ലോഞ്ച് ചെയ്തത്. പാൻ ഇന്ത്യൻ ചലച്ചിത്ര താരം ദുൽഖർ സൽമാനാണ് റോസ് കൈമ റൈസിന്റെ ബ്രാൻഡ് അംബാസിഡർ. ദുൽഖറിന്റെ സാന്നിധ്യം വഴി റോസ് കൈമ റൈസ് ബ്രാൻഡിന് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും മായം കലരാത്ത ഒറിജിനൽ റോസ് കൈമ റൈസ് ബ്രാൻഡ് എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1 കിലോയുടെയും 5 കിലോയുടെയും റീറ്റെയിൽ പാക്കറ്റുകൾ റീഡിസൈനിങ് ചെയ്ത് അവതരിപ്പിക്കുന്നതെന്നും കമ്പനി സാരഥികൾ പറഞ്ഞു. तो कंज्यूमर बेस्ड मार्केट है, यहाँ राइस तो बहुत कम होता है और इसके लिए बहुत एक हिस्ट्री है. मैं जो हमारा ये होगा सेशन होगा वहाँ हम तब अच्छी तरह बोल पाऊंगा. ठीक है, बड़ा जाननी है इसकी, तो अभी मैं ये नहीं कर पाऊंगा, खुल नहीं पाऊंगा राज. वो मैं जब वहाँ बैठूंगा तब बोलूँगा. പരിപാടിയിൽ കമ്പനിയുടെ ഡീലേഴ്സിനുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബീഉൽ ഹക്ക്, റീജിയണൽ ബിസിനസ് പാർട്ണർ നാരായണൻ ചന്ദ്ര മൈതി, അസിസ്റ്റന്റ് റീജിയണൽ ബിസിനസ് പാർട്ണർ സോമനാഥ് മൈതി, ജൂനിയർ ഡയറക്ടർ മുഹമ്മദ് റഖീബ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീപതി ഭട്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവന്റിനോടനുബന്ധിച്ച് ടിനി ടോമും നാദിർഷയും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗാളിൽ നടന്ന അതിക്രമത്തിന്റെ പേരിൽ തെരുവിൽ ഇറങ്ങിയവർ കേരളത്തിൽ